Yalla Habibi, so good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. എന്തൊക്കെയുണ്ട് സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ജാസ്മിൻ ജാസ്മിൻ എന്ത് മെസ്സേജ് ആണ് ബിഗ് ബോസ് ഹൗസിന്റെ അകത്തേക്ക് കയറിയിട്ട് സമൂഹത്തിന് കൊടുത്തിരിക്കുന്നത്? പറ, എന്ത് മെസ്സേജ് ആണ് ജാസ്മിൻ സമൂഹത്തിന് കൊടുത്തിരിക്കുന്നത്? ഷെയിം ഷെയിം പപ്പി ഷെയിം പപ്പി ഷെയിം ഷെയിം ഷെയിം. ഇത്തരത്തിലുള്ള കോമൻസ് ഒരുപാട് വീഡിയോസിന്റെ താഴെ ഞാൻ സ്ഥിരം കാണാറുണ്ട്. അപ്പൊ ഞാനിരുന്ന് ആലോചിച്ച് നോക്കുമായിരുന്നു, ആക്ച്വലി ഒരു ഗംഭീരമായ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഏതെങ്കിലും കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് പോലൊരു ഷോവിൻ്റെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്നതും ബിഗ് ബോസ് പോലൊരു ഷോവിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുന്നതും? അല്ലെങ്കിൽ അഥവാ അതിൻ്റെ അകത്തേക്ക് കയറി ചെന്നാൽ എന്തെങ്കിലും ഗംഭീരമായ മെസ്സേജ് സമൂഹത്തിന് കൊടുത്തേ പറ്റൂ എന്ന് വല്ല നിർബന്ധവും ഉണ്ടോ? സീരിയസ്ലി മാൻ, നിർബന്ധമുണ്ടോ? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. ചിലരുടെയൊക്കെ ഈ മെസ്സേജ് കൊടുപ്പിനെ കുറിച്ചുള്ള കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ സീരിയസ്ലി മാൻ, അയ്യോ, അവരെ കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് പരിതാപകരം തോന്നും. നല്ല നല്ല മെസ്സേജുകൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം, നിങ്ങൾ വല്ല പ്രസംഗങ്ങൾ കേൾക്കൂ. പ്രസംഗങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ഗുഡ് മെസ്സേജസ് അല്ലെങ്കിൽ ഗുഡ് തോട്ട്സ് അല്ലെങ്കിൽ ഗുഡ് സ്പീച്ച്, പോസിറ്റീവ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ പ്രസംഗങ്ങൾ, നല്ല നല്ല പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ഗൂഗിളുണ്ട്. അയ്യോ, എന്തൊരു നല്ല പ്ലാറ്റ്ഫോമാണ് അത്. നിങ്ങൾക്ക് എന്ത് തപ്പിയാലും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കിട്ടും. പക്ഷെ നല്ലത് തപ്പണം, എന്നാലേ നല്ലത് കിട്ടൂ. നിങ്ങൾ തപ്പണം അതിൻ്റെ അകത്ത്. നിങ്ങൾ കേൾക്കാൻ, കാണാൻ, അറിയാൻ ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതിപ്പോൾ നല്ല മെസ്സേജ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയി തപ്പി നോക്കുക. അതിൽ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ കിട്ടും. അപ്പോൾ നല്ല മെസ്സേജ് ഒക്കെ കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് കാണരുത്. ഐ വോണ്ട് സജസ്റ്റ് ഞാൻ ബിഗ് ബോസ് ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ബിഗ് ബോസ് ഒരു ടോക്സിക് ഷോ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്, നിങ്ങൾക്ക് ബിഗ് ബോസ് ഒരു ടോക്സിക് ഷോ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഷോ കാണണ്ട. ജസ്റ്റ് സ്റ്റോപ്പ് വാച്ചിങ് ദ ഷോ മാൻ. അല്ലാണ്ട് ഇത് ടോക്സിക് ഷോ ആണെന്ന് പറയുകയും ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് എന്തൊരു വൃത്തികേടാ കാണിച്ചു കൂട്ടുന്നേ, എന്തൊരു തൊഴിഞ്ഞ മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്നേ എന്നൊക്കെ പറയുകയും ചെയ്യും. ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. മിടുക്കന്മാരെ പോലെ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ നാണമില്ലാണ്ടിരുന്നിട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് കമൻറ്റ് വിടും. എങ്ങനെ നാണമില്ലാണ്ട് ഇതൊക്കെ കുറ്റവും പറഞ്ഞിട്ട് കമൻറ്റ് വിടും, നാണമില്ലാണ്ട്. എന്നിട്ട് ഇതൊക്കെ കുറ്റവും ടോക്സിക് ആണെന്നോ, അല്ലെങ്കിൽ ഇതിൽ മോശമായ മെസ്സേജാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഷോ എന്താ അതാണ് ഇതാണ് ഉടായ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നാണമില്ലാണ്ട് ഇത് കുത്തിരുന്ന് കാണുന്നു. ഓരോ എപ്പിസോഡും മിസ്സാക്കാതിരുന്ന് കാണും. എന്നിട്ട് വീണ്ടും ഇത് റിപ്പീറ്റേഷൻ ആയിട്ട് വന്നിട്ട് അയ്യോ എന്തൊരു ഉടായ്പാണേ, എന്തൊരു തൊരിഞ്ഞ മെസ്സേജാണേ, കണ്ടോ ജാസ്മിൻ, അയ്യേ വൃത്തികേട്, അയ്യോ. ജസ്റ്റ് സ്റ്റോപ്പ് വാച്ചിങ് ദ ഷോ, ദെൻ നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടും. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് മെസ്സേജ് കേൾക്കാൻ അല്ലെങ്കിൽ കാണാനൊക്കെ നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിലോ നിങ്ങൾ ബ്രൗസ് ചെയ്ത് കിട്ടും. അതുപോലെ ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേ. ഞാൻ പറയണു, ഇപ്പോൾ ഇത് എന്താണ്, ഷോ കാണാറില്ല, അല്ലെങ്കിൽ ഉടായ്പ ഷോ ആണ്, വൃത്തിയിട്ട ഷോ ആണ്, ഈ കണ്ടസ്റ്റൻസിനൊന്നും നിലവാരമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആളുകളിൽ ഇപ്പോൾ ഇത് കാണാത്ത ആളുകൾ ആക്ച്വലി ഉണ്ട് കേട്ടോ. ഞാൻ എഗ്രി ചെയ്യുക, ഈ ഷോ കാണാത്ത ആളുകളുണ്ട്, ഇങ്ങനെ കമൻറ്റ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൊള്ളേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരൊക്കെ കൊള്ളണ്ടേന്നറിയോ? ഇത്തരത്തിലൊക്കെ പറയും, ഇത്തരത്തിലുള്ള ഡയലോഗുകൾ ഒക്കെ അടിച്ചു വിട്ടിട്ട് വീണ്ടും ഇത് കുത്തിയിരുന്നിട്ട് കണ്ടിട്ട് ഇങ്ങനെ ഇത്തരത്തിൽ ഹേറ്റ് കമൻറ്റ് ഇടാനായിട്ട് ആൾക്കാർ ഓടി കതച്ചു വരും. അപ്പം അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രം ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കൊണ്ടാൽ മതി. ഇപ്പം ഞാൻ പറയുന്നത് പോയിന്റ്സ് ആണ്. ഞാൻ പറയുന്നത് എൻ്റെ ചില നിലപാടുകളാണ്, എൻ്റെ ചില അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ചിലതൊക്കെ പറയുന്ന സമയത്ത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല.
ഇപ്പം നമ്മളെന്തോ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണു, നമ്മളെന്തോ ജാസ്മിൻ്റെ PR ആണ് എന്നുള്ള തരത്തിലൊക്കെയാണല്ലോ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കമൻറ്റ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പോയിന്റ് സഹിതം ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എന്നോട് തിരിച്ച് ചില ആൾക്കാർ വന്നിട്ട് ഒറ്റയടിക്ക് കമൻ്റ് അങ്ങ് ഇട്ടിട്ട് പോകും. ലൈക്ക്, നീ പോയി മുടി വെട്ടടാ, നീ ആദ്യം വൃത്തിയിൽ വന്ന് ഇരിക്കടാ, നീ മര്യാദയ്ക്ക് ആദ്യം സംസാരിക്കടാ, നീ കഞ്ചാവ് അടിച്ചിട്ടല്ലേ വന്നിരിക്കണം, സിഗരറ്റ് വലിച്ചിട്ടല്ലേ വന്നിരിക്കണം, അല്ലെങ്കിൽ കള്ളു കുടിച്ചിട്ടല്ലേ വന്നിരിക്കണം, അല്ലെങ്കിൽ പൊടി അടിച്ചിട്ടല്ലേ, ജസ്റ്റ് ഗോ ടു ഹെൽ എന്ന് എനിക്ക് പറയാനുള്ളൂ. ജസ്റ്റ് ഗോ ടു ഹെൽ എന്ന് എനിക്ക് അത്തരത്തിൽ പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൂ. ഞാനിവിടെ പോയിന്റ് പറയുമ്പോൾ നിങ്ങളുടെ അണ്ണാക്കിലെ പിരി വെട്ടുമ്പോൾ നിങ്ങൾ മാറിയിരുന്ന് മോങ്ങിക്കൊള്ളണം. അല്ലാണ്ട് ഉത്തരവില്ലാതെയാവുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും സ്ട്രൈറ്റ് ആയിട്ട് പോയിന്റ് പറയുമ്പോൾ തിരിച്ച് ഉത്തരവില്ലാതെയാവുന്ന സമയത്ത് നീ മുടി വെട്ട്, അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചിട്ടല്ലേ, വെള്ളം അടിച്ചിട്ടല്ലേ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ ഒരു ചിരി ചിരിച്ചിട്ട് പുച്ഛിക്കാനേ എനിക്ക് പറ്റുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം, ഈ ജാസ്മിൻ്റെ നിലവാരം ഇവിടെ ആൾക്കാരൊക്കെ പറയുന്നത് വളരെ മോശമാണ്, വൃത്തികെട്ടവളാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയല്ലോ ആണല്ലോ. അപ്പോൾ ഈ ജാസ്മിൻ്റെ ആ വൃത്തികെട്ട നിലവാരം പോലെ തന്നെയാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ജാസ്മിൻ്റെ ഫാൻസിൻ്റെ നിലവാരവും എന്നാണ് ചില ജാസ്മിൻ ഹേറ്റേഴ്സൊക്കെ കൂടി വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വാരി മെഴുകുന്നത്. ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമൊന്നുമല്ല പറയുന്നത്. ഇവിടെ ഈ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ വീഡിയോസിൻ്റെ താഴെയും ഇത്തരത്തിലുള്ള കോമൻസ് ആക്ച്വലി വരുന്നുണ്ട്. അപ്പോൾ ഈ നിലവാരത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തരത്തിലുള്ള ആൾക്കാരെടുത്ത് വീണ്ടും തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, ഈ പറഞ്ഞ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ നിലവാരം മോശമാണെന്ന് തന്നെ നിങ്ങൾ പറഞ്ഞോ. പക്ഷേ ഒരാളുടെ നിലവാരത്തെക്കുറിച്ചിട്ട്, ഒരാളുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ നിലവാരത്തെക്കുറിച്ച് മോശം എന്ന് പറയുന്ന സമയത്ത് അവനവൻ്റെ നിലവാരം ഗംഭീരാണോ എന്നൊന്ന് റീചെക്ക് ചെയ്യ്. അത് റീചെക്ക് ചെയ്യണ്ടോ ഇല്ലയോ? ഇവിടെ ജാസ്മിൻ്റെ ഹേറ്റേഴ്സ് ജാസ്മിൻ്റെ മാന്യമായിട്ട് വൃത്തിക്ക് പോയിന്റ് വെച്ചിട്ട് ന്യായപരമായിട്ട് എന്താണ് പറയുക, ഹെൽത്തി ആയിട്ട് വിമർശിക്കുന്ന ആൾക്കാരെ ഞാൻ ഒരു തരത്തിലും കുറ്റം പറയില്ല. കാരണം ജാസ്മിനെ വിമർശിക്കാൻ 100% എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട്. കാരണം അവരൊരു കണ്ടസ്റ്റൻ്റ് ആണ്, ഒരു ഷോവിൻ്റെ ഭാഗമാണ്. ഞാനും അവരെ വിമർശിച്ചിട്ടുണ്ട്, അവരെ നല്ല ഒരുപാട് ആൾക്കാരെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്, നല്ലതും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മാന്യമായിട്ട് അത് ചെയ്യാം. പക്ഷേ ഇവിടെ ജാസ്മിൻ സപ്പോർട്ടേഴ്സിൻ്റെ നിലവാരം വളരെ മോശമാണ്, ജാസ്മിനെ പോലെയാണ് എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് അടിച്ച് കത്തുമ്പോൾ ഈ ജാസ്മിൻ ഹേറ്റേഴ്സിൻ്റെ നിലവാരം വെറും പട്ടിത്തിട്ടുന്ന സംഭവമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ജാസ്മിനെ വെറുക്കുന്ന ആൾക്കാർ എന്തൊക്കെ വിളിച്ചു പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? എന്തൊക്കെ വിളിച്ചു പറയുന്നത്? പച്ചത്തെറി വിളിച്ചു പറയുന്ന ആൾക്കാരില്ലേ? ജാസ്മിനെ പച്ചത്തെറി വിളിച്ചു പറയുന്ന ആൾക്കാരില്ലേ? സ്ലക്ഷേമി എന്ന ആൾക്കാരില്ലേ? എന്തൊക്കെ അപവാദങ്ങൾ പറയുന്നുണ്ട്, എന്തൊക്കെ അപവാദങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. വായിൽ വരാൻ പാടാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പലരും ഈ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ് ജാസ്മിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ജാസ്മിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. സ്വയം നന്നാവ്, മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ജാസ്മിൻ്റെ ഹേറ്റേഴ്സിന് കൂടുതലൊരു തൻ്റെടവും അല്ലെങ്കിൽ എന്താണ് പറയുക കമൻ്റ് ഇടാനുള്ള ഒരു ആവേശമൊക്കെ ആക്ച്വലി വരുന്നത്. നിൽക്ക് ശരി. ഇപ്പോൾ ജാസ്മിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിനൊരു പുറത്തൊരു റിലേഷൻഷിപ്പ് ആക്ച്വലി ഉണ്ടായിരുന്നു. അതിൽ ജാസ്മിൻ ചെയ്ത കാര്യം തെറ്റാണ്. കാരണം പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഗബ്രിയുടെ അടുത്ത് അത്രയും ക്ലോസ് ആകും. എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ടു ബി ഫ്രാങ്ക് ഞാനത് പറയാലോ. ജാസ്മിൻ ഗബ്രി എങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അവർ അതിൻ്റെ അകത്ത് എന്ത് കാണിച്ചാലും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഇറ്റ്സ് നോട്ട് ഓഫ് മൈ ബിസിനസ്. അതിൽ ചീത്ത കാട്ടാലും തെറി കാട്ടാലും ഒക്കെ ജാസ്മിൻ്റെ ഗബ്രിയുടെ ഒക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള വേറെ കാര്യങ്ങളാണ്. മനസ്സിലായില്ല? ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ജാസ്മിൻ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് പറയുക, അതിൻ്റെ അകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് നിന്നിട്ട് കാണുന്ന ആ പയ്യന് ചിലപ്പോൾ നല്ല ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ വിഷമമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചീറ്റ് ചെയ്ത പോലെയൊക്കെ ആ പയ്യന് തോന്നും. ആ പയ്യൻ്റെ ഭാഗത്ത് 100% ആ കാര്യത്തിൽ ന്യായമുണ്ട്, വിഷമം തോന്നും. എന്താണ് ജാസ്മിൻ കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു, മെച്ചോർഡായിട്ട് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നമുക്ക് ആ വിഷയത്തെ വളരെ ഹെൽത്തി ആയിട്ടും ന്യായമായിട്ടും അല്ലെങ്കിൽ മാന്യമായിട്ടും കഴിവുണ്ടെങ്കിൽ, അവനവന് ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഭവത്തെ നമുക്ക് വിമർശിക്കാം. ജാസ്മിൻ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ വെളിയിൽ അങ്ങനെ ഒരാളുള്ളപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു, അത് ചീറ്റ് ചെയ്യുന്നത് വളരെ മോശം തന്നെയാണ്, അല്ലെങ്കിൽ ചീറ്റ് ചെയ്തു എന്ന് തന്നെയാണ് വെളിയിലുള്ള ആൾക്ക് ആക്ച്വലി തോന്നുക എന്നുള്ളൊരു സംഭവം പറഞ്ഞിട്ട് നമുക്ക് പലതരത്തിലും വിമർശിക്കാം മാന്യമായിട്ട്. അതിന് കഴിവുണ്ടായാൽ മതി അങ്ങനെ വിമർശിക്കാൻ. അത് വിമർശിക്കാം, തെറ്റാണെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ അവിടെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോഴേക്കും എന്തായി, ഈ പറഞ്ഞ അഫ്സൽ എന്ന് പറയുന്ന പയ്യനോടുള്ള സ്നേഹം കൊണ്ടാണോ ഇവിടുത്തെ ആൾക്കാർ മൊത്തം എന്താണ് അഫ്സലിന് വേണ്ടിയിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്? കമൻറ്റ് ബോക്സിൻ്റെ അകത്താണെങ്കിലും വീഡിയോയിലൂടെയൊക്കെ വന്നിട്ട് അഫ്സലിനോടുള്ള സ്നേഹം കൊണ്ടാണോ? ഒരിക്കലും അല്ല. അഫ്സലിനെ ഇവിടെ എന്താണ് അഫ്സലിനോട് ഉള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഇവിടെ ആൾക്കാർ വർത്തമാനം പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്താണ് ജാസ്മിനോടുള്ള ഹെയ്റ്റ് ഭയങ്കരമായിട്ട് മൂത്ത ആൾക്കാർക്ക് നിൽക്കുന്നുണ്ട്. സോ ഈ ഒരു കാരണം കൂടി കിട്ടിയപ്പോൾ അതുകൂടി ചേർത്ത് വെച്ചിട്ട് അങ്ങ് അടിച്ച് മിന്നിക്കാൻ തുടങ്ങി. അതല്ല സത്യം. ഞാൻ വീണ്ടും പറയുന്നു മുത്തേ,
ജാസ്മിൻ്റെ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തെറ്റ് തന്നെയാണ്. അത് നമുക്ക് വിമർശിക്കാം. പബ്ലിക്കിലേക്ക് വന്ന ചില കാര്യങ്ങളാണല്ലോ, വിമർശിക്കാം. പക്ഷെ വിമർശിക്കുമ്പോഴും അവിടെ മാന്യത പുലർത്തണം. ലിമിറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാവൃത്തികേടാണ്. അത് വിമർശിക്കുന്ന സമയത്ത് ആ വിമർശിക്കുന്നവൻ്റെ ക്വാളിറ്റിയും കൂടിയും വെറും തീട്ടത്തിന് സമാവുകയാണ് എന്നുള്ളത് ഈ വിമർശിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഈ പറഞ്ഞ ജാസ്മിനെ അറിയില്ല, അഫ്സലിനെ നമുക്ക് ആർക്കും വ്യക്തിപരമായിട്ട് അറിയില്ല. അവർ ജാസ്മിൻ കൂടി വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാലും വേറെയും കൂടി കാര്യങ്ങൾ നമുക്ക് കൂടുതൽ അറിയാനും സംസാരിക്കാനൊക്കെ പറ്റും. അവർ തീരുമാനിക്കട്ടെ. ഇതിൽ നമ്മളെന്തിനാണ് ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇടപെട്ടിട്ട് ഇതിലകത്ത് വലിയ വർത്തമാനം പറയാൻ വേണ്ടി നിൽക്കുന്നത്? നമുക്കിവിടെ റോളില്ല. ഇത് വെറുതെ അന്യൻ്റെ വീട്ടിൽ കക്കൂസ് പണിയണ സമയത്ത് അവിടെ കക്കൂസിൽ ഫ്ലഷ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഇവിടുന്ന് അന്വേഷിച്ചിട്ട് അങ്ങോട്ട് എത്തി നോക്കുന്ന പോലുള്ള ഒരു പരിപാടിയാണല്ലോ. അല്ലെങ്കിൽ ആരാൻ്റെ വീട്ടിൽ കഞ്ഞി വേവുണ്ടോ നോക്കണേൻ്റെ പോലെയുള്ളൊരു സംഭവമാണല്ലോ. നമ്മളെന്തിനാ ഇവിടെ കിടന്നിട്ട് വലിയ അവരുടെ ഭാഗത്ത് തെറ്റി ഇവരുടെ ഭാഗത്ത് ശരി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ ഓവർ ജഡ്ജ്മെൻറ്റിലായിട്ട് ഭയങ്കരമായ അഭിപ്രായം പറയാം. പക്ഷെ ഒരു പരിധി വിട്ടിട്ട് ഇതിലേക്ക് കൂടുതൽ ഇൻവോൾവ്മെൻറ്റോ താല്പര്യമോ കാണിക്കേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല. അത് അവരുടെ പേഴ്സണൽ ലൈഫ് തന്നെയാണ്, പേഴ്സണൽ മാറ്റർ തന്നെയാണ്. അത് പേഴ്സണലി അവർ വർത്തമാനം പറഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് തീരുമാനം ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അതിൽ നമ്മൾ BP കൂട്ടേണ്ട എന്താ ആവശ്യമാണുള്ളത്? ഇവിടെ ചിലരുടെയൊക്കെ കോമൻസ് കണ്ട എൻ്റെ ആ പൊന്നോ ഇതിൻ്റെയൊക്കെ പേരിൽ ഇനി അടുത്തൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ നിലവാരം വളരെ മോശമാണ്. അത് പലരുടെയും കമൻസ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ സംസാരം കേൾക്കുന്ന സമയത്ത് അവന്മാരുടെ നിലവാരം മനസ്സിലാവുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻ്റ് ഇടുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ടല്ലോ. ഇവന്മാരോട് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാനുണ്ട്. ഇവിടെ ബിഗ് ബോസ് ഷോവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ജാസ്മിനെയും ഈ ഷോ ഡയറക്ടറിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ എന്തോരം ആൾക്കാർ കമൻറ്റ് ചെയ്തു മോശമായിട്ട്. എന്തോരം വൃത്തികെട്ട ലെവലിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ വൃത്തികെട്ട ലെവലിൽ കമ്പയർ ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിലവാരമുള്ള ആൾക്കാർക്ക് ചേർന്നൊരു പരിപാടിയാണോ അല്ലയോ? എൻ്റെ ചോദ്യമാണ്. നിലവാരമുള്ള ആളുകൾക്ക് ചേർന്ന പരിപാടി ആണോ അല്ലയോ അത്? ജാസ്മിന് ഫേവറിസം കിട്ടുന്നു എന്നൊക്കെയാണ് പറയുന്നത് ആൾക്കാർ കേട്ടോ. എന്ത് ഫേവറിസം? ഒരു പുല്ലും കിട്ടിയിട്ടില്ല, ഒരു ഫേവറിസും ഇല്ല. എന്താണ് പറയുക, ഒരു തേങ്ങക്കൊലയില്ല. TRPക്ക് വേണ്ടിയിട്ട് പരമാവധി ഊറ്റി, TRPക്ക് വേണ്ടിയിട്ട് അവസാനം വരെ നിർത്തിയിട്ട് പരമാവധി ഊറ്റി. വെളിയിൽ നിന്നുള്ള ആൾക്കാരുടെ പച്ചത്തറിയും പൊലയാട്ടും ബിഗ് ബോസിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ ജാസ്മിന് വാങ്ങി കൂട്ടി അങ്ങ് കൊടുത്തു. ഉള്ളതും എല്ലാ പരിപാടികളും ഫുള്ളും കാണിച്ചു കൊടുത്തു. ക്യാമറയിൽ മൊത്തം പരിപാടിയും കാണിച്ചു കൊടുത്തിട്ട് പബ്ലിക്കിലേക്ക് അങ്ങ് വിട്ടു, സമൂഹത്തിലേക്ക് വിട്ടിട്ട് ആൾക്കാരെ കൊണ്ട് ചീത്തയും തെറിയൊക്കെ അങ്ങോട്ട് വിളിപ്പിച്ചു. ഇതാണോ ജാസ്മിന് കിട്ടിയ ഫേവറിസം എന്ന് പറയുന്ന സംഭവം? സ്ക്രീൻ സ്പേസ് കിട്ടി, പക്ഷെ സ്ക്രീൻ സ്പേസിൽ വന്നത് മൊത്തം നെഗറ്റീവാ. ആൾക്കാർ ചീത്തയെ വിളിച്ചേ, തെറിയെ വിളിച്ചേ, പ്രേമമല്ല ഉണ്ടായത്, ഹെയ്റ്റാണ് അവർക്കെതിരെ ആക്ച്വലി ഉണ്ടായത്. പൂര തെറിവിളിയാണ് ആക്ച്വലി അവർക്കെതിരെ ഉണ്ടായത്. എന്നിട്ട് എന്ത് ഫേവറിസം ജാസ്മിന് കിട്ടിയെന്നാണ് പറയുന്നത്? അവർക്കൊരു പുല്ലും കിട്ടിയില്ല എന്ന് മാത്രമല്ല, കപ്പ് കൊടുക്കാനുള്ള പ്ലാനും അവർക്കില്ല എന്നുള്ളൊരു കാര്യം കോമൺ സെൻസും ലോജിക്ക് വെച്ച് ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു പുല്ലും അവർക്ക് കൊടുക്കാനുള്ള പ്ലാൻ ആക്ച്വലി ഇല്ല. അവസാനം വരെ നിർത്തണം, അവസാനം വരെ ആൾക്കാരെ കൊണ്ട് തെറിവിളിപ്പിക്കണം, അവസാനം വരെ ജാസ്മിന് കപ്പ് കൊടുക്കും എന്നുള്ളൊരു ചിന്ത പബ്ലിക്കിനുണ്ട് എന്നുള്ളൊരു സംഭവം ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് വരുത്തി അങ്ങ് ഉണ്ടാക്കണം അവരുടെ TRPക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ചിട്ടാണ് അവസാനം വരെ എത്തിച്ച് നിർത്തണം എന്നുള്ളത്. ആഹാരം തിന്നണവന്, ചോറ് തിന്നണവന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലായില്ലേ? ഹെയ്റ്റാണ് കിട്ടിക്കൊണ്ടിരിക്കണേ. ഹെയ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഒരു ഫേവറിസും ഇല്ല. എന്നിട്ട് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് മറ്റേ ആ ഷോ ഡയറക്ടറിൻ്റെ പേരും പറഞ്ഞിട്ട് ഇവള് കണ്ടല്ലേ, ഇവൾക്ക് മറ്റേ ഡയറക്ടറായിട്ട് എന്തോ അഡ്ജസ്റ്റ്മെൻറ്റും പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഫേവറിസൊക്കെ ആക്ച്വലി കിട്ടുന്നത്. കണ്ട ഇത്രയും വൾഗറായിട്ടുള്ള 18+ ലെവലിലുള്ള ഇട്ടിങ്ങിയ ചിന്താഗതിയോട് കൂടിയിട്ട്, വൃത്തികെട്ട ചിന്താഗതിയോട് കൂടിയിട്ട്, ഇത്ര ലോ ലെവലിൽ ചിന്തിച്ചുകൊണ്ടാണ് ആൾക്കാർ പലരും ജാസ്മിൻ്റെ അഗെയിൻസ്റ്റുള്ള ഹെയ്റ്റ് കമൻറ്റ് ബോക്സിൽ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നിലവാരമില്ലാത്ത രീതിയിൽ ചിന്തിക്കുകയും അങ്ങനെ ചിന്തിച്ചിട്ട് പബ്ലിക്കിൽ വന്നിട്ട് കമൻറ്റിൽ തുപ്പുകയും ചെയ്യുന്ന ആൾക്കാരുടെ നിലവാരത്തെക്കുറിച്ചിട്ട് നിങ്ങൾ എന്തു പറയും? അതായത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ നിലവാരം മോശമാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ ജാസ്മിനെ വെറുക്കുന്ന ആളുകളുടെ നിലവാരം എത്രത്തോളം മോശമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ജാസ്മിൻ ഷോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഡയറക്ടറുമായിട്ട് എന്തെങ്കിലും ഡീലിങ്ങോ പരിപാടികളോ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ചെയ്യുന്ന ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ അവിടെ പോയി എത്തി നോക്കിയിട്ടുണ്ടോ? അവിടെ പോയിട്ട് ഇങ്ങനെ എന്താ ജാസ്മിൻ ചെയ്യുന്നത്, ഷോ ഡയറക്ടർ എന്താ ചെയ്യുന്നത്,
ഇവർ തമ്മിൽ എന്താ ഡീലിന്ന്, ഇവർ തമ്മിൽ എന്താ സംസാരിക്കുന്നത്, ഇവർ തമ്മിൽ എന്താണ് പരിപാടി? ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർ അവിടെ പോയി എത്തി നോക്കിയിട്ടുണ്ടോ? ജാസ്മിനെ വിജയിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വോയിസ് റെക്കോർഡോ കോൺവെർസേഷനോ എവിടെന്നെങ്കിലും ആരെങ്കിലും പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് നിങ്ങൾ കേൾപ്പിച്ചതാ? ഉണ്ടോ ഇല്ലേ? ഇവിടെ ബാക്കി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഊഹാപോഹങ്ങളല്ലേ? ഷോവിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ജാസ്മിൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. അത് നമ്മൾ വിമർശിക്കുന്നു, അത് ഇതൊക്കെ ഓക്കെ. നമ്മൾ അതിൻ്റെ അകത്ത് കണ്ട കാര്യങ്ങൾ പറയും, കേട്ട കാര്യങ്ങൾ പറയും, അതിൽ നല്ലതും ചീത്തയൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമുക്കൊരാളോട് വിരോധം വരുന്ന സമയത്ത് ആ ഒരു കാരണം കൊണ്ട് മാത്രം നമുക്കറിയാത്ത, നമ്മൾ കാണാത്ത, നമ്മൾ കേൾക്കാത്ത, നമുക്ക് കൃത്യമായ ഒരു ധാരണയില്ലാത്തൊരു കാര്യങ്ങളായ അവർ തമ്മിൽ ഇവർ ഡീലിങ്സ് ഉണ്ട്, മറ്റവർ തമ്മിൽ ഇങ്ങനെ ഡീലിങ്സ് ഉണ്ട്, അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ചിന്തിക്കുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത് എന്തൊരു തന്തയില്ലാത്ത സ്വഭാവമാണെന്നേ, എന്തൊരു വൃത്തികെട്ട നിലവാരമാണെന്നേ. അപ്പോൾ അത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്ന ആളുകളൊന്നും വന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. ബാക്കിയുള്ള ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. എൻ്റെ അടുത്തിട്ട് നീ പുകയടിച്ച് വന്നിരിക്കുകയല്ലേ, മുടി വെട്ടാതെ വന്നിരിക്കുകയല്ലേ, പോയി കുളിക്കട ചക്ക എന്നൊക്കെ പറഞ്ഞ് കുറെ തള്ളച്ചിമാരും കളവന്മാരൊക്കെ വന്ന് കമൻറ്റ് ചെയ്യും. എൻ്റെ പൊന്നുമുത്ത സ്വന്തം വീട്ടിലേ ഭർത്താവ് എന്ത് ചെയ്യണോ, ഭാര്യ എന്ത് ചെയ്യണോ എന്ന് ശ്രദ്ധിക്കിട്ടാ. കണ്ണിൽ കണ്ട ആൾക്കാരുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് തൊലിക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് കയറിയിട്ട് എൻ്റെ മുടി വെട്ടിക്കാൻ വേണ്ടി നിൽക്കണ്ട. പിന്നെ എന്നെ കുളിപ്പിക്കാനും എന്നെ മുടി വെട്ടിക്കാനും നിങ്ങൾക്ക് അത്ര നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഗൂഗിൾ പേയ്ക്ക് നിങ്ങൾ കാശ് അയക്കി. ഞാൻ ലിറ്റിൽ എക്സ്പെൻസീവ്, ചെറിയ പൈസ ഒന്നുമല്ല, മനസ്സിലായില്ലേ? എൻ്റെ മുടി വെട്ടണമെങ്കിൽ ഏകദേശം ഒരു 400 റുപ്യ വരും, മനസ്സിലായ? അപ്പോൾ എനിക്കതൊക്കെ തരണം, 400 റുപ്യ തരണം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സോപ്പൊക്കെ കുറച്ചുകൂടി എക്സ്പെൻസീവാണ്, അതിനുള്ളത് നിങ്ങൾ തരേണ്ടി വരും പൈസ. അപ്പോൾ അത്ര നിർബന്ധമായിട്ടൊക്കെ അങ്ങനെ എന്നെ കുളിപ്പിക്കാനും മുടി വെട്ടിക്കാനൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മേക്ക് എ ഡീൽ, അത്രേ പറയാനുള്ളൂ. ഡോണ്ട് ഫൈറ്റ് വിത്ത് മീ. ഗോ ടു ഹെൽ മാൻ, ഗോ ടു ഹെൽ എന്നേ പറയാനുള്ളൂ എൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ. മുടിയുടെ കാര്യവും അടിയുടെ കാര്യമൊക്കെ പിന്നെ ഒന്നാമത് കാര്യം, നമ്മൾ ഈ കഞ്ചാവൊന്നും അടിച്ച് പൊടിയൊക്കെ അടിച്ച് കള്ളൊക്കെ കുടിച്ച് ഒന്നും നമുക്കൊരിക്കലും ഒരു ക്യാമറയുടെ മുമ്പിൽ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല. വളവള എന്ന് പറഞ്ഞ് വായിട്ട് എന്തെങ്കിലും വായ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയണ പോലെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വളവള എന്ന് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരിക്കലും കൃത്യമായ പോയിന്റ് സഹിതം നമുക്ക് ഒരു ഫ്ലോ, ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ചൊന്ന് സംസാരിക്കാൻ പറ്റില്ല, മനസ്സിലായ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അണ്ണാക്കിലെ പിരിവെട്ടും ചില ആൾക്കാർക്ക് ഒന്നും വർത്താനം പറയാനും അറിയില്ല, പോയിന്റ് പറയാനും അറിയാത്ത കുറേ വേട്ടാവളിയന്മാരുണ്ട്. അവർക്ക് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെ എതിർക്കാൻ ഇത്തരത്തിൽ കമൻ്റ് ഇടുക വഴിയുള്ളൂ. നീ ജാസ്മിൻ്റെ PR അല്ലേ, അല്ലെങ്കിൽ അങ്ങനെയല്ലേ, മൂട് താങ്ങിയല്ലേ, നീ കഞ്ചാവ് അടിച്ചിട്ടല്ലേ, രണ്ടര അടിച്ചു വന്നിരിക്കുകയല്ലേ, പൊടി അടിച്ചിട്ടല്ലേ എന്നൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ട് അങ്ങ് പോകും. അതാവുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ, വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ക്വാളിറ്റിയാണ് അളക്കുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ജാസ്മിൻ്റേതായ കുറേ കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ ആക്ച്വലി ഉണ്ട്. ഒരുപാട് തെറ്റുകളൊക്കെ ജാസ്മിൻ്റെ ഭാഗത്തുനിന്നും പറ്റുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതൊരു വെറും ഷോ ആണ്, ഇതൊരു ഗെയിം ഷോ ആണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവരൊരു മനുഷ്യനാണ്. അവരുടെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റുകൾ അവർ തിരുത്തണം. അവർ തിരുത്തണമെങ്കിൽ അതിനുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കണം. നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, അവർ വെളിയിൽ വന്നിട്ട് അവർ എടുത്തോളും, അത് വേറെ കാര്യം, അത് അവരുടെ ഇൻഡിവിജ്വൽ ലൈഫാണ്. വരട്ടെ, ലെറ്റ്സ് വെയിറ്റ്. അല്ലാണ്ട് ഈ ഷോ തീരുന്നവരെ, ഇനി തീർന്ന് വന്നു കഴിഞ്ഞാലും പോയി സൈബർ അറ്റാക്ക് ചെയ്യുക, ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, ഇതെന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടി? എനിക്ക് ദേഷ്യം വരുന്നതെന്ന് പറയും, നമ്മളെല്ലാവരുടെ നിലവാരത്തെക്കുറിച്ച് സംസാരിക്കും, നമ്മളെല്ലാവരുടെ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കും. എന്നാൽ ഇതൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവനവൻ്റെ നിലവാരവും അവനവൻ്റെ സംസ്കാരവും നല്ലതാണോ കെട്ടതാണോ എന്നുള്ളത് സ്വയം ഒരു റിയലൈസേഷനിലേക്ക് എത്തുന്നില്ല, സ്വയം ഒന്ന് ജഡ്ജ് ചെയ്യുന്നില്ല. സ്വയം ഒന്ന് ജഡ്ജ് ചെയ്തിട്ട് റിയലൈസ് ചെയ്തിട്ട് ഒന്ന് അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. എന്നിട്ടാവാം ബാക്കിയുള്ള ആൾക്കാരെ പഠിപ്പിക്കുന്നു, ബാക്കിയുള്ള ആൾക്കാരെ നന്നാക്കലും. ഇത് ബാക്കിയുള്ള ആൾക്കാരെ നന്നാക്കാനുള്ള ശ്രമം മാത്രമേ നടക്കുന്നുള്ളൂ. അവനവൻ പറയുന്നതും ചെയ്യുന്നതൊക്കെ കറക്റ്റാണോ എന്നുള്ളത് ഒരു ബോധ്യമില്ല പലർക്കും. ഞാൻ വീണ്ടും പറയണോ, ജാസ്മിനെ ഇപ്പോൾ ജാസ്മിൻ്റെ PR-കളെ കുറിച്ച് മാത്രമാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്. ജാസ്മിൻ്റെ PR-കൾ ബാക്കിയുള്ള ആൾക്കാരെ തെറി വിളിക്കുന്നതിനെ കുറിച്ചിട്ട് മാത്രമാണ് ആൾക്കാർ സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, അപ്പോൾ ഞാൻ എന്തായാലും ചില ഊളകൾ കാണിക്കുന്ന പോലെ പരിപാടി ഞാൻ കാണിക്കൊന്നുമില്ല. ഉള്ള കാര്യം പറയാം. അപ്പോൾ ജിൻഡോൻ്റെ PR ഇപ്പുറത്തേക്ക് വന്ന് തെറി വിളിക്കണമെന്ന് ഞാൻ പറയില്ല. അതിൻ്റെ അകത്ത് ജാസ്മിൻ്റെ മാത്രമല്ല, അതിൻ്റെ അകത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും PR ഉണ്ട്.
മനസ്സിലായോ? ഒട്ടുമിക്ക ആൾക്കാർക്കും PR ഉണ്ടാവുന്നേ പറയുന്നില്ല, ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാവും. അങ്ങനെ PR ഉണ്ടാവുന്നത് തെറ്റുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ ഇയാളുടെ PR ആണ് ഇവരെ തെറി വിളിക്കുന്നത്. ഇവിടെ എല്ലാവരുടെ PR-മാരും അല്ലെങ്കിൽ എല്ലാവരുടെ ഫാൻസും അങ്ങോട്ട് PR മാത്രമൊന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പല ഈ തൊലിഞ്ഞ ഫാൻസും തെറി വിളിക്കുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ട്, പച്ച പോലെയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അതൊരു ഫാക്റ്റാണ്. അല്ലാണ്ട് ഇവിടെ ഈ ജാസ്മിൻ്റെ PR അവരെ തെറി വിളിച്ചു, ഇവരെ തെറി വിളിച്ചു, എൻ്റെ തെറി വിളിച്ചു, ഇവരെ തെറി വിളിച്ചു. അപ്പോൾ ഈ ജാസ്മിൻ്റെ അഗെയിൻസ്റ്റ് വരുന്ന ഈ സ്ലട്ട് ഷേമിങ്ങും തെറിവിളികളും പച്ച പോലെയാട്ടുകളും വേണ്ടാത്തുള്ള പറച്ചിലുകളും കണ്ണി കണ്ടവരുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് അവരേനെ 23 വയസ്സേ ഉള്ളൂ അതിനെ വെച്ചോണ്ട് എന്താണ് വളരെ മോശമായിട്ട് വളരെ മോശമായിട്ട് ആരുടെ പുറകെയും പോവും, അല്ലെങ്കിൽ ഏത് ചെക്കനെയും ഇതൊക്കെ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് ഇങ്ങനെ അടിച്ചു വിടുകയാണ്, സുഖമായിട്ടിരുന്ന് അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ പറയുന്നത് എന്ത് പരിപാടിയാണെന്നേ. അയ്യേ, എനിക്കിത് പറഞ്ഞു മതിയായി കേട്ടോ. ടു ബി ഫ്രാങ്ക് പറഞ്ഞു മതിയായി. ഞാൻ ഒരുപാട് വളച്ച് നീട്ടുന്നില്ല ഇനി. പിന്നെ വേറൊരു ചങ്ങായി ഉണ്ടല്ലോ, ഞാൻ എന്താണ് പക്ഷേ ഫ്ലോ പോയി. ഇവിടെ സിബിനോടെ നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. സിബിൻ നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. മൂപ്പരെന്താ ഉദ്ദേശിക്കണം എന്നുള്ളത് എനിക്ക് സീരിയസ്ലി മനസ്സിലായിട്ടില്ല. സിബിൻ ഈ വീഡിയോ കാണൂല്ല എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് സിബിൻ്റെ കേസിൽ ഒറ്റ വിഷയം പറയാനുള്ളൂ. സിബിൻ്റെ ബാക്കിൽ, സിബിൻ്റെ പുറകിൽ, ഇപ്പോൾ ബിഗ് ബോസിൻ്റെ പുറകിൽ സിബിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്തും പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളതൊരു ലൈവിൽ നിങ്ങളിങ്ങനെ നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നടന്ന് നിങ്ങൾ സമയവും എനർജിയും വേസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഒരു 10 ലൈവോ അല്ലെങ്കിൽ ഒരു 10-12 വീഡിയോ ആയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലോ അറിയിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്താണോ നടന്നതെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് നിങ്ങൾ വന്നിരുന്ന് പറ, എന്താണ് നിൻ്റെ പുറകിൽ നടന്നതെന്നുള്ളത് നിങ്ങൾ പറ. അത് പറ. അല്ലാണ്ട് നിങ്ങൾ വന്നിരുന്ന് ജിൻഡോന് കപ്പ് ബിഗ് ബോസ് കൊടുക്കില്ല, ജാസ്മിന്റെ ഫേവറിസം ഇതൊന്ന് പറഞ്ഞോണ്ടിരുന്നാവോ? ചില മണ്ടന്മാർ ചിലപ്പോൾ സിബിൻ പറഞ്ഞിരുന്ന് വിശ്വസിക്കും. ഞാൻ അത്യാവശ്യം ചിന്തിക്കണ ഒരാളാണ്. അപ്പം എനിക്ക് വിശ്വസിക്കാനൊക്കെ കുറച്ച് പാടുണ്ട് പല കാര്യങ്ങളും. ഇതൊക്കെ കൃത്യമായി പറഞ്ഞ് തെളിയിച്ചാൽ ഞാൻ 100% സിബിൻ്റെ കൂടെ എല്ലാവരും നിൽക്കും, ഞാനും നിൽക്കും. പക്ഷെ കൃത്യമായ കാര്യങ്ങൾ അറിയാണ്ട് സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സിബിൻ ബ്രോ, നിങ്ങൾക്ക് ശരിക്കും മരുന്ന് തന്നോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് മരുന്ന് തരാനുള്ള ഉദ്ദേശം ആക്ച്വലി ഉണ്ടായിരുന്നോ? ആ മരുന്ന് ശരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ള മരുന്ന് തന്നെ ആയിരുന്നോ? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തത് വലിയൊരു ക്രൈം തന്നെയാണ്. ആണെങ്കിൽ അതിന് സിബിനൊരു ഉറപ്പ് വേണം, ഒരു കൺഫർമേഷൻ വേണം. സിബിന് എന്ത് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തുനിന്ന് മോശമായി എന്ത് ക്രിമിനലായിട്ടുള്ള ആക്ടിവിറ്റീസ് സിബിൻ്റെ അഗെയിൻസ്റ്റ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിബിൻ അത് കൃത്യമായിട്ട് വന്ന് പറയണം. അല്ലാണ്ട് ഞാൻ പറഞ്ഞാൽ അവിടെ ഇവിടെ തൊടാതെ വന്നിരുന്നിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് കാര്യമില്ല, കൃത്യമായിട്ട് പറയണം. പിന്നെ കോൺട്രാക്റ്റിൻ്റെ കഥയൊക്കെ വിട്. ഒരു കോൺട്രാക്റ്റിലും എഴുതി വെക്കില്ല ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചാലും ക്രിമിനൽ ആക്ടിവിറ്റി നിങ്ങളുടെ അഗെയിൻസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഈ കോൺട്രാക്ട് പീരീഡ് തീരണ വരെ നിങ്ങൾ വാ തുറക്കരുത് എന്നൊന്നും ഒരു കോൺട്രാക്റ്റിലും പറയില്ല. നിങ്ങൾക്കെതിരെ ക്രൈം ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് വന്ന് പറയണം. തെളിവ് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ രേഖാമൂലം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ വന്നിരുന്നിട്ട് കൃത്യമായ സ്റ്റോറി അങ്ങ് കൃത്യമായി പറയൂ, സ്പഷ്ടമായിട്ടും പറയൂ. പിന്നെ ഒരു കാര്യം എനിക്ക് സംശയമുള്ളത്, നിങ്ങൾക്ക് ശരിക്കും ട്രോമ ഉണ്ടായിരുന്നോ? നിങ്ങളുടെ ചെവിയിൽ ആരോ വന്ന് സംസാരിക്കണു എന്നുള്ളൊരു സാധനമൊക്കെ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. നിങ്ങളുടെ ചെവിയിൽ ആരെങ്കിലും വന്നിരുന്ന് വർത്തമാനം പറയുന്നതായിട്ട് നിങ്ങൾക്ക് ശരിക്കും തോന്നിയിട്ടുണ്ടോ? പിന്നെ നിങ്ങൾക്ക് പണ്ടുള്ള എന്തൊക്കെയോ ട്രോമ ഇപ്പോൾ വരുന്ന പോലെ തോന്നണോ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്ന കാര്യമാണോ? പിന്നെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തോന്നാനും നിങ്ങളങ്ങനെ പറയാനൊക്കെ ഉണ്ടായ സാഹചര്യം ഭീഷണിക്ക് ശേഷമാണോ അതോ ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണോ നിങ്ങൾക്ക് ബിഗ് ബോസിൻ്റെ ബാക്കിൽ നിന്ന് ആരുടെങ്കിലും ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടായത്? അഗെയിൻ റിപ്പീറ്റിംഗ്, നിങ്ങൾക്ക് ചെവിയിൽ ആരൊക്കെ വന്ന് സംസാരിക്കണ പോലെ തോന്നിയതും ട്രോമേനെ കുറിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ അകത്തിരുന്നിട്ട് പറഞ്ഞതും ഒക്കെ നിങ്ങൾക്കെതിരെ ഭീഷണി ഉണ്ടായതിന് ശേഷമാണോ അതോ ഇത് പറഞ്ഞതിന് ശേഷമാണോ നിങ്ങൾക്ക് ഭീഷണി ഉണ്ടായത്? എൻ്റെ സംശയമാണത്. കാര്യം നിങ്ങൾക്ക് അഥവാ മുമ്പ് വല്ല ട്രോമയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രോമ ഇപ്പോൾ വരുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ചെവിയിൽ ആരൊക്കെയോ വർത്തമാനം പറയുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങളതിനെ വീണ്ടും അതിൻ്റെ അകത്ത് കണ്ടസ്റ്റൻ്റായിട്ട് തുടരാൻ സമ്മതിക്കുക എന്ന് പറയുന്നത്
പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം അത് റിസ്ക്കാണ്. കാര്യം അത് ബിഗ് ബോസിനും പണിയാവാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അവർ ഒരിക്കലും നിങ്ങളതിനെ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളതിനെ അതിൻ്റെ അകത്ത് അവർ നിർത്തില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഇതാണ് സിബിൻ ബ്രോ, നിങ്ങൾക്ക് അവിടുന്ന് പോകണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്ത് പോകണമെന്നൊന്നും നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മാറി നിന്നിട്ട് തിരിച്ചു കയറണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അവർ നിങ്ങളെ പിടിച്ച് പുറത്താക്കി എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ചിലപ്പോൾ വേട്ടാവളിയന്മാർ അല്ലെങ്കിൽ മണ്ടന്മാർ വിശ്വസിക്കുന്നതൊക്കെ പറയുന്ന സമയത്ത് വിശ്വാസമൊന്നുമല്ല, ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കും. എനിക്ക് ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങളൊരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറി ചെന്ന ഒരാളാണ്. അപ്പോൾ എന്താ പറയുക, ഫസ്റ്റ് തൊട്ടേ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് പോലും അങ്ങനെ പോയി വെറുതെ ഒരു വല്ല ടൂർ പോയിട്ട് തിരിച്ചു വരാനുള്ള അവസരമൊന്നും അവിടെ കിട്ടത്തൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വൈൽഡ് കാർഡ് എൻട്രി ആയി കയറി ഒരാഴ്ച 2 ആഴ്ച അങ്ങ് നിൽക്കുമ്പോഴേക്കും പുറത്തൊന്ന് പോയി ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം ആണോ ബിഗ് ബോസ്? ശരിക്കും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആണോ ബിഗ് ബോസ്? ഒരിക്കലും അതൊന്നും അവർ അനുവദിക്കുന്ന ഒരു കാര്യമല്ല, ഒരിക്കലും അല്ല. നിങ്ങൾക്ക് മോഹൻലാലിൻ്റെ എന്ന് ചീത്ത കേട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. ശനി ഞായർ എപ്പിസോഡിൽ നിങ്ങൾക്ക് ചീത്ത കേട്ടു. പക്ഷേ അതിലും ഭീകരമായിട്ട് എന്തോരം കണ്ടസ്റ്റൻസിന് അവിടെ ചീത്ത കേട്ടിട്ടുണ്ട്. അതിലും ഭീകരമായിട്ട് എന്തോരം കണ്ടസ്റ്റൻസ് അതിൻ്റെ അകത്ത് സമ്മർദ്ദത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഇതെല്ലാം ഈ ഒരു ഷോൻ്റെ ഭാഗമല്ലേ? ഇതെല്ലാം ഈ ഒരു ഷോൻ്റെ ഫോർമാറ്റ് അല്ലേ? ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, നിങ്ങൾ അതിൻ്റെ അകത്ത് നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായി കപ്പ് കിട്ടിയേനെ, നിങ്ങൾക്ക് കപ്പ് കിട്ടിയേനെ. നിങ്ങൾക്ക് പക്ഷെ അവിടെ മാനസിക സമ്മർദ്ദം നേരിടാൻ വയ്യാതെ നിങ്ങൾ അവിടെ നിന്ന് ചാടി വന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രേക്ഷകനായ രീതിയിൽ. ഇതിപ്പോൾ എനിക്കിത് തിരുത്തണം എന്നുണ്ടെങ്കിൽ, എനിക്കിതൊന്നും തിരുത്തി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ, ഞാനൊരു പ്രേക്ഷകനാണല്ലോ. അപ്പോൾ നിങ്ങൾ കൃത്യമായ ഒരു ക്ലാരിറ്റിയും തെളിവും പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ എല്ലാവരും നിൽക്കും. ഞാൻ അടക്കം ഇപ്പോൾ ഈ പറഞ്ഞത് മാറ്റി പറയാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ ഇതുവരെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതാണ് സംഭവം. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ, വെളിയിൽ ഇപ്പോൾ നല്ല സപ്പോർട്ട് കിട്ടുന്നൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് വെച്ചോ, ആ കണ്ടസ്റ്റൻറ്റിന് നല്ല മാനസിക സമ്മർദ്ദം ആ ഷോവിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് ഉണ്ടാവും. ആ സമ്മർദ്ദത്തെ തരണം ചെയ്ത് 100 ദിവസം വരെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കപ്പ് ഷുവറാ. മനസ്സിലായ? കപ്പ് ഷുവറാണ്. നിങ്ങൾ എടുത്തു നോക്ക്, ഏത് സീസൺ വേണമെങ്കിൽ നിങ്ങൾ എടുത്തു നോക്ക്. ഒരുപാട് കണ്ടസ്റ്റൻസിന് അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ സീസൺ 4 റോബിൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റി പുള്ളി ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ അവസാനം വരെ പുള്ളി പ്രൊവോക്ഡ് ആവാതെ നിന്നിരുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കപ്പ് കിട്ടിയിട്ടുണ്ടാവും. മനസ്സിലായ? കാരണം വെളിയിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അത്യാവശ്യം സമ്മർദ്ദം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. സമ്മർദ്ദം പറഞ്ഞു കഴിഞ്ഞാൽ റിയാസ് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്തു. നല്ല വളിഞ്ഞ പ്രൊവോക്കേഷൻ ആയിരുന്നു അത്. അവസാനം റോബിൻ റിയാക്ട് ചെയ്തു. ആൻഡ് ആ റിയാക്ട് ചെയ്തതിൻ്റെ പേരിൽ പുള്ളി വെളിയിലായി. അത് റിയാക്ട് ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, ആ സമ്മർദ്ദത്തെ നേരിട്ട് മുമ്പോട്ട് പോയിരുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ് റോബിൻ 4th സീസണിലെ. പക്ഷെ പുള്ളിക്ക് കപ്പ് കിട്ടാതെ പോയത് അവിടെ പുള്ളി റിയാക്ട് ചെയ്തപ്പോൾ അവർ പിടിച്ച് പുറത്താക്കിയതാണ് അല്ലേ? ഇപ്പോൾ രജിത് കുമാറിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിലും മറ്റേ പുള്ളി കേസ് അല്ലേ, അത് വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, കൊറോണ ഉണ്ടായിരുന്നില്ലായിരുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കപ്പ് കിട്ടിയേനെ. പിന്നെ ഇവിടെ 5th സീസണിൽ അഖിൽമാരാർന്ന് പറഞ്ഞൊരു ചങ്ങാതിൻ്റെ മൂപ്പര് കപ്പും കൊണ്ടുപോയില്ലേ, മൂപ്പർക്ക് കപ്പ് കിട്ടി. പക്ഷെ അവിടെ മൂപ്പർക്കെതിരെയും പ്രൊവോക്കേഷനും പരിപാടികളും സമ്മർദ്ദവും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മൂപ്പര് ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും മൂപ്പര് നൈസായിട്ട് പരിപാടി മനസ്സിലാക്കിയിട്ട് നീങ്ങാൻ തുടങ്ങിയപ്പോൾ മൂപ്പര് രക്ഷപ്പെട്ടു. ഈ സീസണിൽ തന്നെ 6th സീസണിൽ തന്നെ ജിൻഡോ ബ്രില്യൻ്റ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാര്യം മൂപ്പരിപ്പോൾ ഭയങ്കരമായിട്ട് വയലൻ്റ് ആയിട്ടൊന്നും അതിൻ്റെ അത് കളിക്കുന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഭയങ്കര പ്രൊവോക്ഡ് ആയിട്ട് അങ്ങനെയൊന്നും കളിക്കണമൊന്നുമില്ല. മൂപ്പർക്ക് ഇപ്പോൾ സംഗതി കത്തി, വെളി സപ്പോർട്ടുണ്ട്, ഇനി നൈസായിട്ട് നിന്നാൽ മതി, കുറച്ച് ദിവസത്തെ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ മൂപ്പര് അങ്ങനെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിലാണ് ഇപ്പം നിൽക്കണേ. സുഖമായിട്ട് മൂപ്പര് കപ്പടിക്കും. ഇതൊക്കെ ഒരു സംഭവമാണ്. ഞാൻ പറയണു, ബിഗ് ബോസിൻ്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ 100% പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കുറേ മണ്ടന്മാർ, രണ്ടാഴ്ച മുമ്പ് ഞാനത് ഏഷ്യാനിട്ട് എനിക്ക് കാശ് തന്നു എന്ന് പറഞ്ഞ പൊട്ടന്മാർ വരെ ആക്ച്വലി ഉണ്ട്. എന്ത് പറയാനാണെന്ന്, ഈ പൊട്ടക്കിണറ്റിലെ തവളകളല്ലേ, ഉപദേശിക്കാൻ ഞാനില്ല, പറയുകയാണ് ഞാൻ. അപ്പോൾ ബിഗ് ബോസിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇന്ന ആൾക്ക് കപ്പ് കൊടുക്കണം, ഇന്ന ആൾക്ക് കപ്പ് കൊടുക്കണ്ട എന്നുള്ള ആഗ്രഹങ്ങളും പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ടാവും. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒബ്വിയസ്ലി ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്നത് ശരിയല്ല, തെറ്റായിട്ടുള്ള ഒരു രീതി തന്നെയാണ് അത്. ഒരിക്കലും അല്ലാതെ ഞാൻ പറയുന്നില്ല, തെറ്റായിട്ടുള്ള രീതി തന്നെയാണ്. അവർക്ക് കപ്പ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നതും ഇവർക്ക് കപ്പ് കൊടുക്കണ്ടെന്ന് ആഗ്രഹിക്കുന്നതും തെറ്റ് തന്നെയാണ്. പക്ഷേ
അതിൻ്റെ പേരിൽ അവർ ഗെയിം എങ്ങനെയൊക്കെ മാറ്റാൻ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ അകത്തുള്ള ആൾക്കാർ അതിനെ താണ്ടിയാൽ കപ്പ് ഷുവറാണ്. കാരണം അവസാനം വരെ എത്തിക്കഴിഞ്ഞാൽ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇവർക്ക് കപ്പ് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കപ്പ് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കപ്പ് കൊടുത്തേ പറ്റൂ. വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം വിജയി വരുള്ളൂ. പിന്നെന്തെന്നറിയോ, ഈ ഷോ ഇങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ് പറയുക, പോകാൻ ശ്രമിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ ഷോ ടോക്സിക് ആയിട്ടുള്ളൊരു ഷോ ആണ്. നിങ്ങൾക്ക് അഥവാ വെളിയിൽ സപ്പോർട്ട് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ അവർ സമ്മർദ്ദത്തിലാക്കും. ആ സമ്മർദ്ദത്തെ താണ്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ നിന്ന് കപ്പും കൊണ്ട് പോരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവസാനം വരെ നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനൊന്നും വയ്യെങ്കിൽ, ഇതൊന്നും നടക്കില്ല, ഇതിനൊന്നും ഫേസ് ചെയ്യാൻ പറ്റില്ല, നേരിടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് അപ്രോച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുന്നൊരു പ്ലാറ്റ്ഫോം അല്ല അത്. ഓക്കെ, അത്രയേ ഉള്ളൂ. മാറി നിൽക്കുക, വേണ്ട. ഷോ ഈസ് ലൈക്ക് ദാറ്റ്. അതേപോലെ തന്നെയാണ് കാണുന്ന ആൾക്കാരോടും പറയാനുള്ളത്, ടോക്സിക് ഷോ ആണ്. ഇത് എന്താ പറയുക, നിങ്ങൾ സീരിയൽ വല്ലതും കാണും, സീരിയലും ടോക്സിക്കോ, പക്ഷെ അത് പൂട്ടിക്കണമെന്നോ അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നൊന്നും ബിഗ് ബോസ് പൂട്ടിക്കണം എന്ന് പറയുന്ന ആൾക്കാർ പറയാറില്ല. അതെന്തുകൊണ്ടാണ് പറയാത്തത്? സീരിയലിലൂടെ കാണുന്ന ആൾക്കാരില്ലേ, അമ്മായിയമ്മ മരുമോൾ പോര്, പ്രസവിക്കണ സമയത്ത് ആ പ്രസവിച്ച ആളെ ഉപദ്രവിക്കൽ, അവിഹിതം, ഇതൊക്കെ തന്നെയല്ലേ നടക്കണത്. അത് കൂട്ടിക്ക് പോയിട്ട് സീരിയലാണെങ്കിലും ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാനും കാണാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. ഏതൊരു ടോക്സിക് ഷോ ആണ്, ടോക്സിക് കണ്ടസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണണ്ട. നിങ്ങളുടെ കയ്യിൽ കൺട്രോൾ ഉണ്ട്, നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. എന്തിനാ പിന്നെ കാണുന്നത്? നാണമില്ലാണ്ട് കുറ്റവും പറയും, കാണുകയും ചെയ്യും. ഇതങ്ങനെയാണ്. ബിഗ് ബോസിനെയോ ഏഷ്യാനെറ്റിനെയോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. റിയാലിറ്റിയാണത്. കാര്യം ഇതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്, വലിയ ബ്രാൻഡാണ്. അവരിത് നടത്തിക്കൊണ്ടേ പോവും. എന്താണ് പറയുക, അത് അവരുടെ കൺട്രോളിൽ നിൽക്കുന്ന സാധനമാണ്. ഇപ്പുറത്തുള്ളത് നമ്മുടെ കണ്ണാണ്, നമ്മുടെ ഫോണാണ്, നമ്മുടെ ടി വിയാണ്. നമുക്ക് റിമോട്ട് എടുത്ത് മാറ്റാം, നമുക്ക് ഹോട്ട്സ്റ്റാറിൽ വേറെ പരിപാടികൾ കാണാം. നമ്മുടെ കണ്ണിനെ ഇത് കാണാതെ മറ്റൊന്നിലേക്ക് നമുക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാം, ഒക്കെ ചെയ്യാം. ഇത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതെന്താ ചെയ്യാത്ത? ആൾക്കാർക്ക് കുറ്റം പറയാനുള്ള ത്വര. ആൾക്കാർക്ക് ഈ ടോക്സിസിറ്റി കാണാൻ ഇഷ്ടമാണ്. എന്നാൽ ഇത് ടോക്സിക് ഷോ ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുമോ? അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആൾക്കാർ നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്നില്ല എന്നുള്ള പരാതി പറയാതിരിക്കുകയോ? അതില്ല. ഇതെല്ലാം അറിയാം, എല്ലാവർക്കും മിടുക്കന്മാരെല്ലാം അറിയാം. പക്ഷെ എന്നാലും ഇത് കൂട്ടിയിരുന്ന് കാണും പൊതുവെ. ഇപ്പോൾ അപ്പോൾ ഇത്രയ്ക്കൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി അധികം ഞാൻ 30 മിനിറ്റോ അരമണിക്കൂറോ ദൈവമേ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. ഇപ്പോൾ ജാസ്മിൻ്റെ സംസ്കാരം ജാസ്മിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണല്ലോ, ഇപ്പോൾ ജീവിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണല്ലോ ആൾക്കാർ. നടക്കട്ടെ, ഇനി സീസൺ 7 വരും. സീസൺ 7 വരുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. അതിലും ഉണ്ടാവും ഒരു എര, അതിലും ഉണ്ടാവും ഒരു രായാവ്. ജിൻഡോ പെർഫെക്റ്റാ. ജാസ്മിൻ മാത്രമാണല്ലോ തല്ലിപ്പൊളി. എൻ്റെ പൊണ്ണളിയ, വി ആർ ഓൾ ഹ്യൂമൻസ്. നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്സ് പറ്റും. അത് തിരുത്തുക എന്നുള്ളതാണ്, അത് തിരുത്താനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. വരട്ടെ, ഇവരിറങ്ങി വരട്ടെ, എന്നിട്ടല്ലേ ബാക്കി.